ഹലോ, എന്താ പാടെ? എല്ലാവരും സുഖമല്ലേ? അപ്പം ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലെ ഉണ്ടായൊരു അനുഭവമാണ്. നമ്മളെ റിയൽ മെഡിസിറ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് ഒരു യൂബർ ഓട്ടം കിട്ടിയപ്പോൾ എടുത്ത് ഇവർ ആസ്റ്റർക്കായിരുന്നു. പക്ഷേ ഇവർ എന്ത് ചെയ്ത് പറഞ്ഞാൽ പൈസ കയറി തന്നെ കണ്ട് ഇറങ്ങിയിട്ട് വേഗം പോയി കളഞ്ഞു. പക്ഷേ നമ്മളെ ഇതിൽ പൈസ കയറിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഞാൻ യൂബറിൽ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞെന്താണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അശ്രദ്ധക്കുറവാണ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം നിങ്ങളാണെന്ന്. അതായത് നിങ്ങൾ കസ്റ്റമറുടെ നിന്ന് വാങ്ങണം എന്ന് പറഞ്ഞാണ്ട് അതെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇവരുടെ നിന്ന് ക്യാഷ് അധികം വാങ്ങിക്കഴിഞ്ഞാൽ ഈ പാസഞ്ചർ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ വേഗമായി നമ്മളിൽ നിന്ന് മൈനസ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ യൂബർ ഡ്രൈവർ ആളുകളുടെ നിന്ന് ഇവർ മൈനസും ചെയ്യൂല, അവരേക്ക് യാതൊരു വിലവുമില്ല. ഇവരെ മൊത്തം നമ്മളാണ് ഇവർക്ക് മൊത്തം ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ. ഈ ഡ്രൈവർമാർ റേറ്റ് കുറഞ്ഞാണ്ട് ഓടിക്കാണ്ട് കൊടുക്കുന്നത് നമ്മളാണ്. പക്ഷേ ഇവർ പാസഞ്ചറിനെ തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കിപ്പം ഏകദേശം ഞാൻ നേരെ യൂബർ ഓഫീസിലേക്ക് മറ്റേ കസ്റ്റമർ കെയർ വിളിച്ചു. അപ്പോൾ ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന ടൈമിലാണ് എനിക്ക് 9:33 റിയൽ മെഡിസിറ്റിൻ്റെ അവിടുന്ന് മറ്റേ 23ാമത്തെ വീട് അവിടുന്ന് ആ റിയൽ മെഡിസിറ്റി കഴിഞ്ഞ് നമ്മളെ എറണാകുളം റിയൽ മെഡിസിറ്റി കേട്ടോ, കലൂർ ഭാഗം. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് നമ്മളെ ലെഫ്റ്റിലേക്ക് റോഡുണ്ട്. അവിടുന്ന് വീട്ടിൽ നിന്നൊരു സ്ത്രീയാണ് ആസ്റ്റർ മെഡിസിറ്റിക്കാണ് ട്രിപ്പ് വിളിച്ചത്. പക്ഷേ അവർ കയറിയെന്ന് തന്നെയാണ് ഒറ്റ ഇറങ്ങിയുള്ളൂ. പക്ഷേ അവിടെയുള്ള സെക്യൂരിറ്റിമാർ, ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള സെക്യൂരിറ്റിമാർ, ഞാനൊന്ന് അവിടെ വണ്ടി നിർത്തിയാണ് അവരൊന്ന് എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ് ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് തന്നെയാണ്ട് കുറേ ഷൗട്ട് ചെയ്തത്. അപ്പം അവർക്ക് നഷ്ടങ്ങളൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 11 കിലോമീറ്റർ ഓടിയിട്ട് യൂബറിൻ്റെ ഫെയർ അത് ഒരു കറക്റ്റാക്കി അവരെടുത്ത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് ഇന്നലെ വിളിച്ചായിട്ട് പറഞ്ഞ് ആ ഫെയറെങ്കിലും ഒന്ന് ലെസ് ചെയ്തുകൊണ്ടാ. അവരെ പൈസ അവർ കറക്റ്റായിട്ട് എടുത്ത് നമുക്ക് ആ പൈസ പോവുകയും ചെയ്തു. നമുക്ക് ആകെ കിട്ടില്ല എത്ര, ആകെയുള്ള ഫെയർ തന്നെ 277 റുപ്യ കിട്ടും. 277 ഇല്ല, 269.99. അതിൽ നമുക്ക് കിട്ടൽ ആകെ 117 രൂപ കിട്ടുള്ളൂ. ബാക്കി യൂബറിനാണ്. അതും നഷ്ടം, അതും ഞാൻ കൊടുക്കേണ്ടി വന്ന്. ഇവർ തരാത്ത പൈസ അതും നഷ്ടം. എനിക്കെത്ര നഷ്ടം? എന്ത് ചെയ്യാനാണ്? നഷ്ടങ്ങൾ സഹിക്കുക, അല്ലാതെ മാർഗമില്ല. അപ്പം നമ്മൾ ഈ ഡ്രൈവർമാർ ഇവർക്ക് എത്ര ചെയ്തു കൊടുത്താലും ഒരു നന്ദില്ലാത്ത വർഗ്ഗങ്ങളാണ്. അപ്പോൾ ഞാൻ കസ്റ്റമറിനെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ലൊക്കേഷൻ അറിയാം, ഞാൻ വീട്ടിൽ പോയിട്ട് വാങ്ങാൻ തന്നെ പോലും പറഞ്ഞ് നിങ്ങൾക്ക് യൂബറിൽ ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പോകരുത്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ പോയി, ഞങ്ങൾ മറ്റേ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു യൂബർ. അപ്പോൾ എന്താണിത്? ഞങ്ങൾ ഈ ഡ്രൈവർമാർക്ക് ഒരു സുരക്ഷിതവും ഇല്ല. അവർ പൈസ തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും കുഴപ്പം. പക്ഷെ അവരെ നിന്നൊരു 10 രൂപ നമ്മൾ കൂടുതൽ വാങ്ങിയാലോ അപ്പോൾ അവർ കംപ്ലയിൻ്റ് ചെയ്യും, അത് ഇതിൽ നിന്ന് മൈനസ് ആവും ചെയ്യും. ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു മനുഷ്യനുമില്ല. പക്ഷെ ആ സ്ത്രീയോട് പറയാനുള്ളത്, പാവങ്ങൾ ഇതിനെക്കാട്ടി നല്ലത് തീട്ടം നക്കുന്നതാണ്.